ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടാ. മിറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് ഇതാണ് അവസ്ഥ. നല്ല പൊടി കയറും. ഇങ്ങനെ ഓപ്പണായി കിടക്കണ കോലായാണല്ലോ. നമ്മളിവിടെ കോലായം എന്നാട്ടോ പറയുക. ഉമ്മറും കോലായം അങ്ങനെയൊക്കെയാണ് പറയുക. എല്ലായിടത്തും എങ്ങനെ പറയാന്ന് അറിയില്ല. അപ്പോൾ കോലായത്ത് നിറയെ മണ്ണും പൊടിയൊക്കെ ആവും. അപ്പോൾ മിറ്റടി കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നിട്ട് ആകെ അടിക്കണം. അല്ലെങ്കിൽ ആകെ പൊടിയൊക്കെ കുട്ടികൾ ചവിട്ടി കിടക്കയിലൊക്കെ കയറും. അങ്ങനെ അതാ കുട്ടികളൊക്കെ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലത്തെ നമ്മുടെ കുട്ടിയും വന്നിട്ടുണ്ട്, കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടം. ഉണ്ണിയുടെ പേര് ആക്കിലു എന്നാണ് ഇവര് വിളിക്കുക. ശരിക്കുള്ള പേരെന്താ കുഞ്ഞു അറിയൂടാ? ഓർമ്മയില്ല കേട്ടോ, പറഞ്ഞു തന്നത് തന്നെയായിരുന്നു. പക്ഷെ എന്താ അങ്ങനെ ഒന്നല്ല, വേറെ എന്തോ പേരാണ്. പക്ഷെ ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ ഊഞ്ഞാലാടി നല്ലോണം കളിക്കുന്നുണ്ട്. ഊഞ്ഞാലൊക്കെ നമ്മൾ അഴിച്ച് നല്ല സെറ്റായിട്ട് കെട്ടിയിട്ട്, അത് കാരണം നമുക്ക് ആടാനാണെങ്കിലും കുട്ടികൾക്ക് ആടാനാണെങ്കിലും ഒക്കെ സുഖമായിട്ട്. അപ്പോൾ എല്ലാവരും അവിടെ കളിക്കുന്നുണ്ട്. ഞാൻ നല്ല വെള്ളം നമ്മൾ ഒന്നരാടാണ് കോരാറ്. കോരിയിട്ട് അകത്ത് കൊണ്ടുപോയി വെക്കും. അടിയായിട്ടാണ്, കിണറിൻ്റെ അടിഭാഗമായിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കോരി അകത്ത് കൊണ്ടുവച്ചു. ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മളങ്ങനെ വാങ്ങാറില്ലായിരുന്നു. ഇവിടെ വന്ന സമയത്ത് ഇഷമോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് വാങ്ങിയതാണ്. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞു എന്താ പറയുക, മന്തിയുടെ അരി നമുക്ക് കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാളിന് മേടിച്ച മന്തിയുടെ അരി കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മന്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കുഞ്ഞു പോവാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ഉള്ള അരി കംപ്ലീറ്റ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്കും കൊടുക്കാമല്ലോ, ഉമ്മാക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയൊന്നും വെച്ചില്ല കേട്ടോ. കുറേശ്ശെ ബാക്കിയാക്കിയൊന്നുമില്ല. അത് ഫുള്ളായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനൊക്കെ കഴുകി അതിലേക്ക് ഞാനിതാ മാഗി ക്യൂബ്, നല്ല ജീരകം, മുഴുവനായിട്ടുള്ള കുരുമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയണില്ല. പിന്നെ സവോള, തക്കാളി, ക്യാപ്സിക്കം ഒക്കെ ചെറുതാക്കി അരിഞ്ഞതും മല്ലിയിലയും പുതിനയിലയും ഒക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരു നാരങ്ങ നീരും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പും മുളകും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി ഒന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ എണ്ണ ഇട്ടിടണുള്ളൂ. ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിക്സ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുത്ത് ഒന്ന് സെറ്റാക്കി കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുക നല്ലതാണ്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും അതിലേക്കൊരു ചട്നി ഉണ്ടാക്കാം, പുതിന ചട്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. മയോണീസ് ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. ഇന്നലെ കുറച്ച് കച്ചമ്പറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് മതിയെന്ന് വിചാരിച്ചത് കാരണം മയോണീസ് ഒന്നും ഉണ്ടാക്കിയില്ല. പുതിന ചട്നി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആട്ടോ, നമ്മുടെ മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 തക്കാളിയും പിന്നെ ഒരു ചെറുനാരങ്ങ നീരും, ഒരു ചെറുനാരങ്ങയുടെ ഫുള്ള് ഒഴിക്കാറുണ്ട് കേട്ടോ. ഞാനൊരു ചെറുനാരങ്ങ ഫുള്ള് ഒഴിക്കാറുണ്ട്, ഹാഫല്ല ഫുള്ള് ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂരിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്താ പറയുക, അതിൻ്റെ നീര് നമ്മൾ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. പിന്നെ എന്താ പറയുക, ഇഷ്ടമുള്ള പോലെ ഒഴിക്കാം. തക്കാളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. എന്തോരം ചട്നി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും 2 നല്ല ഇവിടെ ചിലവാകും. കുട്ടികൾ ഇത് കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കുക. പിന്നെ അതാ നിറച്ച് പുതിനയിലയും, ഒരു പിടിയോളം പുതിനയിലയും, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് 2 പച്ചമുളക് ഇട്ടിട്ട്, 2 പച്ചമുളക് പിള്ളേർ കാരണം 2 പച്ചമുളക് ഇടുന്നത്, അല്ലെങ്കിൽ 3 ഇടാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മുടെ ഇത് പുതിന ചട്നി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക, നമ്മുടെ ചിക്കൻ കുക്കറിൽ മാറ്റിയിട്ട് ഒരു വിസിലടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്യാസുമ്മ വെച്ചിട്ട് നമ്മുടെ ചോറ് വെന്തോന്നാണ് ഞാൻ നോക്കണത്. അപ്പോൾ ചോറ് അടുപ്പ് കത്തിക്കണ കാരണം ഇപ്പോൾ നമുക്ക് ഗ്യാസിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ലാഭമുണ്ട് കേട്ടോ. ഗ്യാസുമ്മ ഞാൻ അങ്ങനെ വെക്കാറില്ല. മീൻ കറിയൊക്കെ വെക്കുകയാണെങ്കിലും വേഗം ചോറ് വേവണേക്കാളും മുന്നേ വേവണേൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ മീനൊക്കെ നന്നാക്കി കറികളൊക്കെ സെറ്റാക്കിയിട്ട് അടുപ്പത്ത് തന്നെ പരമാവധി വെക്കാൻ നോക്കും കേട്ടോ. അങ്ങനെ ഞാനിതാ അടുപ്പത്ത് മന്തിക്കുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ആകുമ്പോഴേക്ക് എല്ലാം ഗ്യാസുമ്മ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറായിരുന്നു. ഇപ്പോൾ പിന്നെ അത് മാറി കിട്ടിയിട്ടാണ്. വിറകിന് കാശ് കൊടുക്കണം, അത് വേറെ വശം. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വിറകിന് 160 രൂപ ഉണ്ട് ഒരു കെട്ട് വിറകിന്. പക്ഷെ എന്നാലും
ഗ്യാസ് രണ്ടും കൂടിയാകുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വലിയ കാര്യമായിട്ട് മേലേക്ക് എടുക്കില്ല കേട്ടോ. അത് കാരണം അടുപ്പത്തും ഗ്യാസുമ്മേലും കൂടിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ കുറച്ച് വൃത്തിയാക്കൽ പരിപാടി ഉണ്ടായിരുന്നു, വേഗം കച്ചറയാവുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി. പിന്നെ നമ്മളിന്ന് പണികൾ കൂടുതലുള്ള കാരണം വാഷിംഗ് മെഷീനിൽ തിരുമ്പാന്ന് വിചാരിച്ചു. നല്ല ചെളിയുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഈ മണ്ണിൽ കളിച്ചിട്ട് നിറയെ മണ്ണും പൊടിയല്ലേ, അത് കാരണം മണ്ണിൽ കളിച്ചിട്ട് നിറയെ ചെളിയാണ്. അത് കാരണം നമുക്ക് വാഷിംഗ് മെഷീനിൽ തിരുമ്പിയാലും ശരിയാവണമൊന്നുമില്ല. എന്നാൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തിരുമ്പാന്നല്ലാണ്ട് എപ്പോഴും അതിൽ തിരുമ്പാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മന്തിയുടെ റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഊറ്റിയിട്ട് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിസിലടിച്ചപ്പോൾ ചിക്കൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചേക്കാട്ടെ. ഈ ചട്ടിയൊക്കെ കുറേ കാലമായിട്ടുള്ള ചട്ടിയാട്ടെ. ഇനി ഇതെന്താ ഇങ്ങനെ, ഇത് കഴുകാറില്ലേ, അടുപ്പ് കഴുകിക്കൂടെ ചോദിച്ചിട്ടൊരു കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. അടുപ്പ് ഞാൻ തുടയ്ക്കാറുണ്ട്, കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. അടുപ്പിലൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് ഞാൻ അടുപ്പ് കഴുകിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ തുടയ്ക്കുമ്പോൾ അടുപ്പം തറയൊക്കെ തുടയ്ക്കുമ്പോൾ ഞാൻ അടുപ്പ് തുടയ്ക്കാറുണ്ട്. പക്ഷെ അത് പോണില്ല. അത് കുറേ കാലമായിട്ടുള്ള അടുപ്പാണല്ലോ, ഇവിടെ കുറേ ആൾക്കാർ മുന്നേ താമസിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ തോന്നുന്നുണ്ട്, അതൊന്നും പോണില്ല കേട്ടോ. ഇനി കമ്പി ബ്രഷൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉരച്ച് നോക്കി നോക്കണം. അപ്പം നമ്മുടെ മന്തിക്കായി നമ്മുടെ ചിക്കനൊക്കെ പൊരിച്ച് അപ്പോൾ നമ്മൾ ദമ്മിടാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ഗ്രേവി, നമ്മൾ ചിക്കൻ വേവിച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അത് കുക്കറിൽ അടിയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിന് മേലെ ചോറിട്ടു, അതിന് മേലെ നമ്മൾ ചിക്കൻ ഇട്ടു. അതിൻ്റെ എണ്ണയും ഇതിൻ്റെ ഗ്രേവിയും എല്ലാം കൂടി അതിൽ തട്ടി. ഇനി നമുക്ക് അതിൽ കൂടെ കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് കുറച്ച് ഓയിലും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട്, നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിലിട്ടാൽ, വേറെ ഓയിലൊന്നുമില്ല. പിന്നെ ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കണലിട്ടിട്ട് നമ്മുടെ ചോറിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ വെയിറ്റ് ഊരി വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് തന്നെ കണലിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫാക്കി. ഇതെല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അടുക്കള തകിട് പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ അടിച്ചു വാരി തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിങ്ങനെ കയറി ഇറങ്ങായിരുന്നു. അപ്പോൾ അവരുടെ കളിയും ഇതൊക്കെ കഴിയട്ടെ വെച്ചിട്ട് ലാസ്റ്റ് അടിച്ചു വാരി തുടയ്ക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അടിച്ചു വാരിയിട്ടു, തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുക്കളയിലത്തെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ തുടച്ചിട്ടത്. അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആകെ ചിലക്കിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ തുടയ്ക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും 2 നേരം ഇവിടെ തുടയ്ക്കാറുണ്ട് ഞാൻ. അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ തുടച്ച് കിടക്കണ കാരണം രാവിലേക്ക് അത്ര അങ്ങോട്ട് ചെളി ഉണ്ടാവില്ല. മണ്ണും പൊടിയും തന്നെ നമ്മൾ മിറ്റടിച്ച് കഴിഞ്ഞുള്ള പൊടി വരൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അടിച്ചു വരി കഴിഞ്ഞ് വൃത്തിയാവാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കിങ്ങും പരിപാടിയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയതാണ്. പിന്നെ നാളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, പാദസരം എന്താ ഇടാത്തത് ചോദിച്ചിട്ട്. പാദസരം ഞാൻ ഇട്ടിരുന്നു തന്നെ കേട്ടോ. എൻ്റെ പാദസരം പൊട്ടി, ഒരെണ്ണം കളഞ്ഞു പോയി. ഒരെണ്ണം പൊട്ടും ചെയ്തു, ഒരെണ്ണം പോവുകയും ചെയ്തു. സ്വർണ്ണമൊന്നുമല്ല കേട്ടോ, നമ്മൾ ഒന്നല്ലെങ്കിൽ ഗ്യാരണ്ടീടെ വാങ്ങിച്ചിടും, അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളി പാദസരമായിരുന്നു. വെള്ളി പാദസരം കുറേ നാളായിട്ട് ഇപ്പോൾ ഇടാറില്ല. അത് ഒരിക്കൽ ഉണ്ടായിരുന്നു, പിന്നെ പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ മാറ്റാനോ മേടിക്കാനോ ഒന്നും നിന്നിട്ടില്ല. പിന്നെ നമ്മുടെ ഗ്യാരണ്ടീടെ പാദസരം ഇട്ടിരുന്നു, അതും ഇപ്പോൾ പൊട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇടാത്തത്. എനിക്ക് പാദസരമൊക്കെ ഇടുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ പൊട്ടിയ കാരണം വാങ്ങിക്കാൻ വെയിലല്ലേ, പുറത്തേക്കൊന്നും ഇറങ്ങാൻ തോന്നുന്നില്ല. അത് കാരണം ഇനി എന്തിനേലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓർമ്മ ഉണ്ടെങ്കിൽ വാങ്ങിക്കും, ഓർമ്മ ഇല്ലെങ്കിൽ വാങ്ങിക്കില്ല. അപ്പോൾ ഞാൻ ചോറൊക്കെ ആയപ്പോൾ ഉമ്മാക്ക് കുറച്ച് ചോറ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞു എന്തായാലും ലോഹ നിസ്കരിക്കാൻ പോകും, അപ്പോൾ അവൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രത്തിലാക്കി കൊടുത്താട്ടോ. അപ്പോൾ അവൻ അത് കൊണ്ടുപോയി കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുമാണ് വിളമ്പണത്. നമ്മുടെ വീട്ടിലത്തെ കാർന്നേരല്ലേ, അല്ല കുഞ്ഞു? കാർന്നേര് നമ്മൾ ചോറൊക്കെ എടുത്തിട്ട് അകത്ത് ഫാനകത്താണല്ലോ. അപ്പോൾ നമ്മൾ വലിയ അകത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്, ഫാനിൻ്റെ ചോട്ടിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചട്നിയും കച്ചമ്പറും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മയോണൈസ് ഇല്ലാത്ത കാരണം ഇവർക്കൊരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ചൂടല്ലേ, അതിൻ്റെ ഇടയിൽ മയോണൈസ് കൂടി കഴിച്ചാൽ നമ്മുടെ വയറിനൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, വൈകുന്നേരത്തിന് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കച്ചമ്പറും ചട്നിയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ഉണ്ടാക്കാൻ മെനക്കെട്ടില്ല കേട്ടോ. അപ്പോൾ മന്തി കാണുമ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തിട്ടാക്കാം. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാണുമ്പോഴും ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ. ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഉമ്മാക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ അതൊക്കെ വെച്ച്, നമുക്ക് വല്ല ചിക്കൻ കറി വെച്ചിട്ട് സാധാ ചോറ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അവരൊക്കെ പണ്ടത്തെ ആൾക്കാരല്ലേ, അവർക്ക് ഈ സംഭവമൊന്നും അത്ര പിടുത്തമുണ്ടാവില്ല, ഇഷ്ടമല്ല അമ്മക്ക് അതൊന്നും. അപ്പോൾ ഇവരുടെ നിർബന്ധത്തിലാണ് ഞാൻ മന്തി വെച്ചത്. ബിരിയാണി വെക്കാൻ അവർ പറഞ്ഞു, ബിരിയാണിയുടെ അരി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.